ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. അഫ്ഗാനിസ്ഥാൻ ടീമിൽ മികച്ച കളിക്കാരുണ്ട്. റാഷിദ് ഖാൻ, മുഹമ്മദ് നബി, ഗുർബാസ് തുടങ്ങി ഒരുപാട് മികച്ച താരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അഫ്ഗാൻ ക്രിക്കറ്റിന് വലിയ പണിയാണ് കിട്ടിയിരിക്കുന്നത്. താലിബാൻ അഫ്ഗാൻ ക്രിക്കറ്റ് നിരോധിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ വുമൺസ് ക്രിക്കറ്റ് താലിബാൻ നിരോധിച്ചിരുന്നു. പുരുഷ ക്രിക്കറ്റ് മാത്രമാണ് താലിബാൻ അനുമതി കൊടുത്തത്. അതും ഇപ്പോൾ നിരോധിക്കാനാണ് തീരുമാനം. ഇങ്ങനെ വരുമ്പോൾ റാഷിദ് ഖാന് വലിയ പണിയായിരിക്കും കിട്ടാൻ പോകുന്നത്. നേരത്തെ തന്നെ വുമൺസ് ടീമിലെ താരങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറി. അതുപോലെ റാഷിദ് ഖാനും പുതിയ ടീമുകളിലേക്ക് ചേക്കേറിയേക്കും. റാഷിദ് ഖാൻ ഇന്ത്യ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്നത് ഉറപ്പാണ്. റാഷിദ് അത്ര മികച്ച ബൗളറാണ്. പണ്ടത്തെ അഫ്ഗാൻ മോശമായിരുന്നു. എന്നാൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ വളർന്നു വരുന്ന സമയമായിരുന്നു. എന്നാൽ അഫ്ഗാന് ഭാഗ്യമില്ല. ക്രിക്കറ്റ് നിരോധിക്കാൻ പോവുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജുവിന് വലിയ പണിയാണ് BCCI കൊടുക്കാൻ പോകുന്നത്. നേരത്തെ സഞ്ജു ഏകദിനത്തിൽ സെഞ്ചുറി അടിച്ചു. അപ്പോൾ സഞ്ജുവിനെ T20യിലേക്ക് മാറ്റി. പിന്നീട് സഞ്ജു T20യിൽ ഫോം ആയപ്പോൾ വീണ്ടും സഞ്ജുവിനെ ഏകദിനത്തിലേക്ക് മാറ്റുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇംഗ്ലണ്ടുമായിട്ട് വരാൻ പോകുന്ന T20 ഏകദിന സീരീസ്, ഇതിലെ T20യിൽ സഞ്ജുവിനെ എടുക്കില്ലെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഋഷഭ് പന്ത്, ജയ്സ്വാൾ, ഗില്ല് തുടങ്ങി ഇന്ത്യയുടെ T20 താരങ്ങൾ തിരിച്ചെത്തി. അപ്പോൾ സഞ്ജുവിന് സ്ഥാനം നഷ്ടമായിരിക്കുകയാണ്. BCCI സഞ്ജുവിനെ ഒഴിവാക്കാനാണ് ശ്രമം. ഇത് BCCIയുടെ ചതിയാണ്. അല്ലെങ്കിൽ സഞ്ജു എവിടെ ഫോം ആയാലും BCCI സഞ്ജുവിനെ അവിടെ നിന്ന് മാറ്റും. അത് നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് കണ്ടുവരുന്നതാണ്. സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള അവസാന ഏകദിനത്തിൽ സഞ്ജു സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സഞ്ജുവിനെ ഏകദിനത്തിൽ നിന്ന് BCCI മാറ്റി. ഇപ്പോഴത്തെ സഞ്ജു T20യിൽ ഫോം ആയപ്പോൾ T20യിൽ നിന്നും സഞ്ജുവിനെ മാറ്റാനാണ് തീരുമാനം. സഞ്ജുവിന്റെ കരിയർ BCCI നശിപ്പിക്കാൻ പോവുകയാണ്. കോച്ച് ഗംഭീർ ഇതിന് കൂട്ടു നിൽക്കുമോ എന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.